പാപം ഇരിക്കുമ്പോൾ എല്ലാം നമുക്ക് നരകമായി മാറും. എല്ലാ അനുഗ്രഹങ്ങളും നരകമായി മാറും. അങ്ങനെ നമുക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ആകാശം ഈയക്കട്ടയായും ഭൂമി ഇരുമ്പായും രൂപാന്തരപ്പെടും. ഒന്നും നമുക്ക് ഗുണം പിടിക്കാതെ പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നിയമാവർത്തന പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ സ്വർഗ്ഗസ്നായ പിതാവ് കണ്ടു. സ്വർഗ്ഗസ്നായ പിതാവിന്റെ ഒരു ആഗ്രഹം. സ്വർഗ്ഗസ്നായ പിതാവ് പറഞ്ഞു, എന്റെ മക്കൾ വിഷമിക്കരുത്, എന്റെ മക്കൾ നരകിക്കരുത്, എന്റെ മക്കൾ കണ്ണീർ കുടിക്കരുത്. അതുകൊണ്ട് ഈ മക്കളുടെ പാപത്തിന് പേയ്മെന്റ് ഞാൻ കൊടുത്തോളാം. അങ്ങനെ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിനെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ചിട്ട് പിതാവായ ദൈവം ഈ പാപം മുഴുവനും യേശുവിന്റെ ശരീരത്തിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ യേശു പാപം ആക്കി മാറ്റപ്പെട്ടു. അതാണ് 2 Corinthians 5:21 വചനം പഠിപ്പിക്കുകയാണ്. നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമെന്തെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത യേശുവിനെ ദൈവം പാപമാക്കി മാറ്റി. 2 Corinthians 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമെന്തെന്ന് ഒരിക്കൽ പോലും അറിയാത്ത യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. അപ്പൊ നമ്മുടെ പാപം മുഴുവനും പിതാവായ ദൈവം യേശുവിന്റെ മേൽ എടുത്തു വെച്ചു. അങ്ങനെ പകരക്കാരനായി പിതാവായ ദൈവം പാപം ചുമക്കുന്ന കുഞ്ഞാടായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യേശു ഈ പാപം ഏറ്റെടുത്തു. അങ്ങനെ നമ്മുടെ പകരക്കാരനായി യേശു ആ പാപം വഹിച്ചു. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 24-25 തിരുവചനങ്ങൾ, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ. അതായത് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ നരകിച്ച് അതിന്റെ സാലറി, അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും അനുഭവിച്ച് തീർക്കേണ്ടവനായിരുന്നു ഓരോ വ്യക്തികളും. ഞാൻ ചെയ്ത് ഞാൻ അനുഭവിക്കണം, നിങ്ങൾ ചെയ്ത് നിങ്ങൾ അനുഭവിക്കണം. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. നമ്മുടെ പാപം എടുത്ത് യേശു ക്രിസ്തുവിൽ വെച്ചിട്ട് പാപപരിഹാരത്തിന് വേണ്ടി യേശുവിനെ കുരിശിലേക്ക് അയച്ചു. അതാണ് കുരിശിലെ പാപപരിഹാര ബലി. 1 യോഹന്നാൻ 2-ാം വാക്യം. ഇത് ക്രിസ്ത്യാനികളുടെ പാപം മാത്രമാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പാപം മാത്രമല്ല യേശുവിന്റെ ശരീരത്തിൽ എടുത്തുവെച്ചത്. യഹൂദന്മാരുടെ പാപം മാത്രമല്ല യേശുവിന്റെ ശരീരത്തിൽ എടുത്തുവെച്ചത്. ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് പിതാവായ ദൈവം യേശുവിനെ എടുത്തു കൊടുത്തു. അവൻ ആ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി പാപപരിഹാര ബലിയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലേവ്യരുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഒരു മുന്നാസ്വാദനം കാണാൻ സാധിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ യേശുവിൽ നടക്കാൻ പോകുന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച് ഒരു മുന്നാസ്വാദനം നൽകിയിട്ടുണ്ട്. അവിടെ കാണുന്നതിനാണ് വർഷത്തിൽ ഒരിക്കൽ ജനങ്ങൾ മുഴുവൻ ഇതുപോലെ സമ്മേളിച്ചിട്ട് അവരുടെ നടുവിൽ ഊനമറ്റ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് നിർത്തും. അതിനുശേഷം ജനങ്ങൾ അവരുടെ മുഴുവൻ പാപങ്ങൾ ഉറക്കെ ഏറ്റു പറയും. അപ്പോൾ അഹരോൻ അതിന്റെ മേൽ കൈകൾ വെച്ച് ഈ പാപങ്ങളെല്ലാം അതിന്റെ മേൽ ആരോപിച്ചതിന് ശേഷം ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം ആടിനെ കൊടുത്തുവിടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആട് ജനത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് യാത്രയാവും. അങ്ങനെ ആടിനെ നയിക്കുന്ന ആള് ഈ ആടിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. ആ ആട് അവിടെ കിടന്ന് പടഞ്ഞ് മരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാട്ടുമൃഗം അതിനെ പിച്ചു ചെത്തിക്കൊല്ലും. ഇത് യേശുവിൽ നിർവ്വാഹം പാപപരിഹാര ബലിയുടെ ഒരു മുന്നാസ്വാദനമായി യഹൂദരുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ ആചരിച്ചു കൊണ്ടിരുന്ന ഒരു പാപപരിഹാര രീതിയായിരുന്നു അത്. ആ പാപപരിഹാര കുഞ്ഞാടിന് പകരമായി പിതാവായ ദൈവം യേശുവിനെ നിർത്തി ലോകം മുഴുവന്റെയും പാപങ്ങൾ യേശുവിന്റെ മേൽ അത് വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശു പാപപരിഹാര ബലിയായി പിടഞ്ഞ് മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ജീവിതകാലത്ത് എന്തെങ്കിലും ഒരു മനുഷ്യൻ കേട്ട്, അത് ഏത് ചതിപ്പെട്ട ആളായിക്കോട്ടെ, കുഴപ്പമില്ല, ഏത് അവസ്ഥ, കഠിനപാപിയോ കൊലപാതകയോ ദുഷ്ടനോ ദുഷ്കർമ്മി ആരുമാകട്ടെ, ഈ ഒരു യേശുവിനെ കുറിച്ച് കേട്ട് ആ കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടായി യേശുവിനെ വ്യക്തിപരമായി സ്വന്തം ജീവിതത്തിന്റെ മുഴുവൻ പാപങ്ങളുടെയും പാപപരിഹാരമായി ആരാധിക്കാൻ ഹൃദയം തുറന്നാൽ അവന്റെ മുഴുവൻ പാപങ്ങളും കഴുകപ്പെടും. അവനൊരു ദൈവ പൈതലായി മാറും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പാപത്തിൽ ഇരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കൾ എന്ന പറവിലല്ല സഹോദരങ്ങളെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലല്ല ഇരിക്കുന്നത്. പാപത്തിലിരിക്കുമ്പോൾ പിശാചിന്റെ സന്തതി എന്നതുപോലെയാണ് തന്റെ ജീവിതത്തിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയുന്നവൻ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് യോഹന്നാൻ യേശു പറഞ്ഞു ഓർക്കുന്നില്ലേ? എല്ലാവരും ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൾ എന്ന സ്ഥിതിയിലാണ് ഇരിക്കുന്നത് വിചാരിക്കരുത്. അബദ്ധത്തിൽ സഞ്ചരിച്ച് അവസാനം നരകക്കുഴിച്ച് നിർബന്ധിക്കരുത്. മരിക്കുന്നതിന് മുമ്പ് ആത്മീയ തിരിച്ചറിവ് ഞാൻ നിങ്ങൾ പ്രാപിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. എനിക്ക് ഈ വചനം മനസ്സിലാക്കുന്ന സംഭവം നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കുന്നുണ്ടാവും. അതായത് ഒരു ദിവസം അട്ടപ്പാടി ധ്യാനം നടക്കുക. ധ്യാനത്തിന് 6 ദിവസം കഴിഞ്ഞ്, 2-ാം ദിവസം കഴിഞ്ഞ്, 3-ാം ദിവസം കഴിഞ്ഞു, 4-ാം ദിവസത്തിലേക്കായി. ബുധനാഴ്ചയായിട്ടും ഒരാൾ ഇങ്ങനെ കരിങ്കല്ല് പോയിരിക്കുകയാണ്, അനക്കയില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അയാൾക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യം, എനിക്ക് അയാളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ല. ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിന്യൂ സമ്മതിക്കില്ല, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വിടും. എന്താ വിഷയം തുറന്നു, ധ്യാനിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ധ്യാനിക്കാൻ പറ്റിയിട്ട് വേണ്ട അച്ഛൻ ധ്യാനിക്കാൻ. അച്ഛൻ്റെ ധ്യാനം എനിക്കൊന്നും ധ്യാനിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ ചെറുപ്പന്റെ സന്തോഷമായി. അതാണ് എന്റെ സ്ഥിതി. എന്റെ സ്ഥിതിയാണ് അച്ഛൻ പറയുന്നതാണ് ഇപ്പൊ ചിലർ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരാ, ചേട്ടൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല. ധ്യാനിക്കാൻ പറ്റില്ല, ഞാൻ ധ്യാനിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചാടിച്ചാടി നടക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ധ്യാനിക്കാൻ അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരുടെ ധ്യാനം കൂടെ ഉറപ്പാൻ വേണ്ടി എന്തിനാ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്? ചേട്ടൻ്റെ ഒരു യാത്രയായാലും. ആ ചേട്ടൻ പറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റില്ലെന്നോ. എന്താ കാരണം എന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു അച്ഛനെന്നെ അറിയാവോ? ചേട്ടൻ പറയാണ് ചേട്ടൻ 24 വയസ്സുണ്ട്, 24-28 വയസ്സുണ്ട്. ആ ചേട്ടൻ പറയാ ഞാൻ 8 വ്യക്തികളെ കൊലപ്പെടുത്തി അച്ഛൻ. 8 വ്യക്തികളെ ഈ വാഴപ്പുള്ളി വെട്ടുമാല വെട്ടിക്കൊണ്ടു. കുറെ വ്യക്തികളെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഒരു വാടക കൊലയാളി പോലെ ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു സഹോദര എന്താ ഈ പറയണെന്ന് ചോദിച്ചു. അച്ഛാ 8 പേരെ കൊന്ന ആ കത്തി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞ അച്ഛനോടെ തരാമോ? ഞാൻ പറഞ്ഞ അതൊന്നും പറയുന്നത് എൻ്റെ ഹൃദയം കത്തി കൊണ്ടിരുന്നത് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ കത്തി കൊണ്ടുള്ള തല ഇതൊന്നുമല്ല, ഇദ്ദേഹം നീ മൊത്തം ബാഗ് എടുത്ത് കൊണ്ടാൻ പറഞ്ഞു. പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു എന്തെങ്കിലും കത്തി കൂടെ കാണിക്കണ്ട, നീ നിന്റെ വഴിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു സഹോദരൻ ഞാൻ ധ്യാനിക്കാൻ വന്നതൊന്നുമല്ല, എനിക്കൊരു മാരക രോഗമുണ്ട്, അതിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഗുണ്ടാത്തലവന്മാർ എന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതാണ്. ഇനി എനിക്ക് ഇടയ്ക്ക് പോകാൻ പറ്റില്ല, ഇനി അവർ തിരിച്ചു വന്നതിനെ കൊണ്ടുപോകണം, അല്ലാതെ എനിക്ക് ബസ്സിൽ കയറിയൊന്നും പോകാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ ചോദിച്ച സഹോദരൻ ഈ കത്തിയായിട്ട് ഇവിടെ എനിക്കെൻ്റെ സമാധാനം നട്ടുകൊണ്ട് ഇടയ്ക്ക് ആരെങ്കിലും കയറി കുത്തിയ ബുദ്ധിമുട്ടാവും, കത്തി എവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സഹോദരൻ എന്താ? സഹോദരൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും അനുതാപം കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആ സഹോദരൻ പറഞ്ഞു 8-ാമത്തെ വയസ്സ് 8-9 ചെറിയ പ്രായത്തിൽ 5-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ വീട് വിട്ട് ഇറങ്ങിയതാണ്. അപ്പം നേരത്തെ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വീട് വിട്ട് ഇറങ്ങി തെരുവിലാണ് താമസം. അങ്ങനെ കുറച്ച് ഓരോ തരത്തിലുള്ള ചീത്ത കുട്ടികളൊക്കെ പെരുകി അവസാനം ഇങ്ങനെയുള്ള മലയാളികളെ ഒരുമിച്ച് ചേർന്നു. അങ്ങനെ ചേർന്നല്ല പരിചയപ്പെട്ട് അങ്ങനെ കയറി ആദ്യം സ്ഥലത്തിനെ സഹായിച്ചു, പിന്നെ ഇങ്ങനെ കൊല ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞ സഹോദര എല്ലാം തെറ്റല്ലേ ചെയ്തത്. ആ സഹോദരൻ പറഞ്ഞ തെറ്റാണെന്ന് അറിയാം, പക്ഷെ എനിക്ക് അനുതാപം കിട്ടുന്നില്ല. എൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെയായി. അച്ഛൻ പറഞ്ഞ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അച്ഛൻ യേശുവിനെ വിളിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കരയാൻ പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ഒന്നും ഞാൻ എൻ്റെ ഹൃദയം കരിങ്കല്ല് എടുത്തു വെച്ചാൽ പോലെയാണ് എൻ്റെ ഹൃദയം. എനിക്കൊരു അനുഭവമില്ല. ഞാൻ ചോദിച്ചു ഇവിടെയുള്ള സ്തുതിപ്പൊക്കെ സ്തുതിക്കുന്നുണ്ട്, ഒരു അനുഭവമില്ല, കരിങ്കല്ല് പോലെ ഇരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കൊക്കെ ആഗ്രഹമുള്ള എൻ്റെ രോഗം മാറണം, പിന്നെ അങ്ങനെ തിരിച്ചു പോകണം. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞ സഹോദര, ഒരാൾക്ക് തുണിയില്ലെന്ന് പറഞ്ഞാൽ കടയിൽ പോയി തുണി വാങ്ങിച്ചു കൊടുക്കാം, ഒരാൾക്ക് ചെരുപ്പില്ലെന്ന് പറഞ്ഞാൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാം, ഒരാൾക്ക് ദൈവത്തിന് അനുഭവം എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നിർവാഹമില്ല. സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. പിണ്ണാക്ക് വാങ്ങുന്നത് പോലെയും കാറ്റിവിലപ്പെട്ട സാരി വാങ്ങുന്നത് പോലെയും ദൈവത്തിന് അനുഭവം വാങ്ങാൻ പറ്റുന്ന സഹോദരനാണ്. അദ്ദേഹം ചോദിച്ചു എനിക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും വിഷമത്തിലായി. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എന്ന വചനമാണ് യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യം.
ദൈവം വചനത്തിൽ പറഞ്ഞെങ്ങനെയാണ്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവർ കഴിവുണ്ട്. ഞാൻ പറഞ്ഞു ഒരു വഴിയുണ്ട്, യോഹന്നാൻ 1:12. നീ യേശുവിനെ സ്വീകരിക്കണം, നീ യേശുവിനെ വിളിക്കണം, യേശുവിന്റെ കുരിശുമരണ യോഗ്യതയാൽ നിനക്ക് രക്ഷയുണ്ട്. അവൻ പറഞ്ഞു അവനൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കും നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ചാൽ എനിക്ക് പറ്റുകയില്ല. ഞാനൊരു സിമ്പിൾ വഴി പറഞ്ഞാൽ നീ അത് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ കുരിശുരൂപത്തെ നോക്കിയിട്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ചോണ്ടിരുന്നോളാം. അതൊക്കെ ചെയ്യാൻ പറ്റും. തിയോളജി ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സമയമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ യേശുവേ യേശുവേ എന്ന് വിളിക്കുക. യേശു അതിർത്തികളില്ലാത്ത ആളാണ്. ഇന്ന ജാതിയുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കുള്ളൂ യേശു പറഞ്ഞിട്ടില്ല. ആരാണ് വിളിക്കുന്നത് അവരുടെ മേൽ തന്നെ സമ്പത്ത് വർഷിക്കും. റോമാലേഖനം 10:12-13 തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ തന്നെ സമ്പത്ത് വർഷിക്കും. സിമ്പിളാണ് യേശുവിന്റെ അനുഗ്രഹം കേട്ടാൻ. യേശുവേ യേശുവേ എന്ന് വിളിക്കുക. ആദ്യം ഒരു 10,000, 2,000, 3,000 തവണ വിളിക്കുമ്പോൾ അനുഭവം വരില്ല. അനുഭവം വരില്ലെങ്കിലും നീ വിളി നിർത്തരുത്. നീ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുക. നീ തിയോളജി പഠിച്ച ആളൊന്നുമല്ല, നീ വേദപാഠം പഠിച്ച ആളുമല്ല, നീ റെഗുലറായി പള്ളിയിൽ പോകുന്ന ആളുമല്ല. നീ പെട്ടെന്ന് അനുഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നീ ചെയ്യേണ്ടത് എല്ലാവരെയും സ്നേഹിക്കുന്ന യേശു നിനക്ക് രക്ഷിക്കാൻ വരും. നീ ആ നാമം വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവനെ വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ മുതൽ അവൻ യേശുവേ യേശുവേ എന്ന് അവന് വിളിക്കാൻ തുടങ്ങി. വൈകുന്നേരം മുഴുവനും വിളിച്ചു. വ്യാഴാഴ്ച ഞാൻ നോക്കുമ്പോൾ അവന്റെ കാഴ്ച എന്നറിയോ, അവനൊരു കുരിശുരൂപമുണ്ട്. ആ കുരിശുരൂപത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന കരയാണ്. ഞാൻ ചോദിച്ചു, സഹോദര എന്താ പറ്റിയത്? ആ സഹോദരൻ പറഞ്ഞു, എന്റെ അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ യേശുവിനെ വിളിച്ചു. ഇന്നലെ രാത്രി യേശുവിനെ വിളിച്ച് ആരാധന വിളിച്ച് യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷത്തിൽ എന്റെ കരിങ്കല്ലുള്ള ഹൃദയത്തിൽ എന്തോ ഒരു സ്പർശനം ഉണ്ടായി. എനിക്ക് എന്റെ എല്ലാ പാപങ്ങളും ഞാൻ ചെയ്ത സകല എന്റെ അമ്മയുടെ കണ്ണുനീരാണ് ഞാൻ ആദ്യം കാണുന്നത്. എന്നെ ഓർത്ത് കണ്ണുനീർ കുതിർന്നിരിക്കുന്ന എന്റെ അമ്മയുടെ മുഖമാണ് ഞാൻ കാണുന്നത്. പിന്നെ കരയാം. ഞാൻ പിന്നെ പറഞ്ഞു, അദ്ദേഹം ഈ കൊല ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ആളുകളുടെ മുഖമൊക്കെയാണ് കാണുന്നത്. അദ്ദേഹം വാങ്ങിട്ട് കരയാം. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം ഞാൻ കരഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് കരച്ച് അടക്കാൻ പറ്റുന്നില്ല. ഹൃദയം മാംസളമായി കരിമാർ പോലെയുള്ള ഹൃദയത്തിലേക്ക് ഈ അനുതാപ കൃപ ചൊരിഞ്ഞു. അതാണ് സക്കറിയ പ്രവചനത്തിൽ 10:12-13 വചനം പഠിപ്പിക്കുകയാണ്. അവനെ കുത്തി മുറിവേൽപ്പിച്ച സക്കറിയ 10:12. സക്കറിയ 12:10. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അന്ന് ഞാൻ ജെറൂസലേം നിവാസികളുടെ മേലും ദാവീദ് ഭവനത്തിന്റെ മേലും കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്നതുപോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്നതുപോലെ അവർ വിലപിക്കും. മെഗീദോ സമുദ്രത്തിന്റെ വിലാപം പോലെയായിരിക്കും അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നുള്ള അതേമാതിരിയുള്ള കരച്ചിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ 10-28 വയസ്സിനുള്ളിൽ ചെയ്ത സർവ്വ പാപങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പാപം കാണുക മാത്രമല്ല, അനുതാപം കൊണ്ട് കരഞ്ഞു കുതിർന്ന ഒരു ജീവിതമാണ് പിന്നെ ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സ്നേഹിതൻ ഒരു കാര്യം ചെയ്യണം. ഇനി ലാസ്റ്റ് പറഞ്ഞതാണ്, ഇനി സ്നേഹിതൻ ദൈവത്തെ അറിഞ്ഞെങ്കിൽ ഈ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അതിന്റെ ശിക്ഷയെല്ലാം സ്വീകരിച്ച് അങ്ങനെ നീ സമൂഹത്തിലേക്ക് വരണം. നിന്റെ പഴയ കൂട്ടിലേക്ക് നീ പോകരുത്. അവൻ പറഞ്ഞ, അച്ഛാ ഇപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എന്റെ ജീവിതകാലം മുഴുവൻ എന്നെ തൂക്കിവലം പിടിച്ചാൽ പോലും അത് ചെയ്യാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ തെറ്റിന് പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതിന് ശിക്ഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സമാധാനം അത് ഇനി നഷ്ടപ്പെടരുത്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സമാധാനം, ഈ കൃപ ഇനി നഷ്ടപ്പെടരുത്. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ അത് കഴിഞ്ഞ് അവിടുന്ന് ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ പോരുമ്പോൾ ആ മനുഷ്യന്റെ തീരുമാനം എങ്ങനെയായിരുന്നു? സ്വന്തം നാട്ടിലെ പഴയ കൂട്ടുകളിൽ വിട്ടും അവരുടെ കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടി വേറെ വഴിക്ക് പോയി. അദ്ദേഹത്തിന്റെ ആഗ്രഹം എങ്ങനെയാണ്? ഒരൊറ്റ ആഗ്രഹം ഒളിഞ്ഞ് എല്ലാം ഏറ്റുപറഞ്ഞ് ഒരു നേർ ജീവിതം നയിക്കണം. ഒരു ശിഷ്ടകാലം, ഒരു മാനസാന്തരം, നല്ല ജീവിതം നയിച്ച് എല്ലാം ഏറ്റുപറഞ്ഞ് ഒരു വിടുതലിന്റെ ജീവിതം നയിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എല്ലാം ക്ലിയർ ആയി. എല്ലാം പറഞ്ഞ കഴിയുമ്പോൾ
സെറ്റിൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ അരികിൽ ആ നാമം ഒരു വ്യക്തി വിളിച്ചപേക്ഷിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന വലിയൊരു ബ്ലെസ്സിംഗ് ആണ് പാപ വിടുതലിനുള്ള അനുതാപം. യോഹന്നാൻ 1-ാം ലേഖനത്തിൽ 5-12 വചനം പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 5:12 പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഈ സമൂഹത്തിലിരിക്കുന്ന നിരവധി വ്യക്തികൾ ഭാഗ്യമുള്ളവരാണ്. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ, യേശുക്രിസ്തുവിനെ ഹൃദയോട് അംഗീകരിക്കാൻ, യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. ഇതിൽ കുറെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊലപാതകയോ ഒരു ദുഷ്ടനോ ഒരു മഹാപാപിയോ ആരുമാവട്ടെ, നീ രാത്രി നിന്ന് ഹൃദയം യേശുവിനെ തുറന്നാൽ, യേശുവെ എന്റെ ഹൃദയത്തിൽ വന്ന് എനിക്ക് സമാധാനം തരണമെന്ന് പറഞ്ഞാൽ, നീ അനുതാപത്തോടെ യേശുവിനെ നാമം വിളിച്ചാൽ നിന്റെ സർവ്വ പാപങ്ങളിൽ നിന്ന് കഴുകുന്നവനാണ് യേശു എന്ന പാപ വിമോചകൻ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ദൈവം കൈപിടിച്ചു നിർത്തുമ്പോൾ രണ്ടാമതായി ദൈവം നമുക്ക് തരുന്ന വിടുതലാണ് പാപത്തിന്റെ എല്ലാ കെട്ടുകളും അടിച്ച് പാപങ്ങൾ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് കുമ്പസാരിക്കാൻ അവസരമുള്ളവർ എല്ലാവരും കുമ്പസാരിക്കണം. അല്ലാത്തവര് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമം, യോഹന്നാൻ 3-ാം അധ്യായം 36-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. അവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, അവനെ വിശ്വസിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. ഏകസത്യ ദൈവമായ അങ്ങയെയും അവിടുന്നായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതത്തിലെ മുഴുവൻ തെറ്റുകളും കഴുകാൻ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന വഴിയാണ് യേശു എന്ന വ്യക്തിയിലൂടെയുള്ള പാപക്ഷമ. അതുകൊണ്ട് പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം 1 പത്രോസ് 3:15 വചനം പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 3:15 കർത്താവിനെ, ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. എഴുന്നേൽക്കാം. ഈ രാത്രി ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം. എത്രമാത്രം പുസ്തകങ്ങൾ വായിച്ചാലും, എത്രമാത്രം ക്ലാസുകൾ കേട്ടാലും അതിനേക്കാൾ ഉപരിയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം പഠിപ്പിക്കുന്നു. ഈ ആത്മാവ് മുഖാന്തരമല്ലാതെ ആർക്കും ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ കഴിയുകയില്ല. എത്ര ക്ലാസ് കേട്ടാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: എന്റെ യേശു എന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചതെന്നും യേശുവിന് കുരിശ് പറഞ്ഞാൽ എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുവെന്നും ഞാൻ വിശ്വസിക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ പതിയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ബോധ്യം നിറയുമ്പോഴാണ് അനുതാപം കൊണ്ട് കുതിരുന്നത്. അനുതാപം നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് കുമ്പസാരിക്കാൻ വേണ്ടി കുമ്പസാരക്കൂട്ടിലേക്ക് പോവുക. കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുത്തിയ മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാൻ സാധ്യതയുള്ളവര് നാളെ മുതൽ കുമ്പസാരിക്കാൻ ധാരാളം അവസരമുണ്ട്. ഓരോ വ്യക്തി ഏറ്റു പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്കായി പ്രഖ്യാപിക്കപ്പെട്ട സൗജന്യ പാപക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുന്ന സമയമാണത്. അവർക്ക് പറയാം ഹല്ലേലൂയ. അങ്ങനെ ഏറ്റു പറഞ്ഞ് കൗതാശികമായ പാപക്ഷമ സ്വീകരിക്കാൻ സാധ്യതയില്ലാത്തവര് നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഹൃദയം കൊണ്ട് ധ്യാനിക്കണം. ഒരു സ്ഥലത്ത് ശരീരശുദ്ധി വരുത്തി കുളിച്ച് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഒരു സ്ഥലത്ത് ഇരിക്കണം. അതിനുശേഷം കുരിശിൽ കിടക്കുന്ന യേശുവിനെ ധ്യാനിക്കണം. ക്രൂശിതൻ എന്നാണ് പേര്. ക്രൂശിതനെ ധ്യാനിക്കണം. എന്നിട്ട് യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ എന്നെ കഴുകണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ. ഇങ്ങനെ ആവർത്തിച്ച് യേശുവിനെ നാമം വിളിച്ച് അവനവന്റെ തകർച്ച ഏതാണോ ആ മേഖലയിലേക്ക് വിളിക്കണം. സ്വയംഭോഗത്തിന് അടിമയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തി ശരീരശുദ്ധി വരുത്തി കുളിച്ചിരുന്നിട്ട് ധ്യാനിച്ചിട്ട് പാപം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. എന്നിട്ട് യേശുവേ സ്വയംഭോഗത്തിന് രക്ഷിക്കണമേ, യേശുവേ അതിനെ കുറിച്ച് അനുതാപം തരണമേ, യേശുവേ എന്റെ
കടക്കദോഷത്തെ കെട്ടുകൾ പൊട്ടിച്ച് എന്നെ വിശുദ്ധീകരിക്കണം പറഞ്ഞ് ആവർത്തിച്ച് യേശുനാമം വിളിക്കുമ്പോൾ ആ നാമം വഴി അനുതാപം വന്ന് നിറയും. ആ നാമം വഴി ഹൃദയം കഴുകപ്പെടുന്നവർ ദൈവം ഇടപെട്ടു. കുമ്പസാരിക്കാൻ സാധ്യതയുള്ളവർക്ക് കുമ്പസാരങ്ങളിലേക്ക് പോകാൻ ആ ഒരു വലിയ കൃപ അവനെ ശക്തിപ്പെടുത്തും. കുമ്പസാരിക്കാൻ സാധ്യതയില്ലാത്തൊരു ഹൃദയത്തിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥന വഴി തന്നെ വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരണമുണ്ട്, കൗതാശികമായ വിശുദ്ധീകരണമുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം കൈകൾ കൂപ്പിപ്പിടിക്കുകയാണ്, രണ്ടു കരങ്ങളും കൂപ്പിപ്പിടിക്കുകയാണ്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ ഈ രാത്രി ധ്യാനിക്കുകയാണ്. ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന കർത്താവ്, ശരീരം മുഴുവൻ മുറിവേറ്റ കർത്താവ്, പീഡകൾ സഹിച്ച കർത്താവ്, കുരിശിൽ വഹിച്ചുകൊണ്ട് കാവിൽ കടലിലേക്ക് യാത്രയാകുന്ന എൻ്റെ ക്രൂശിതനായ എൻ്റെ യേശു, ഈ യേശു സഹിച്ചത് എനിക്ക് വേണ്ടിയാണ്. സത്യത്തിൽ ഈ അടിയല്ല എന്റെ പുറത്ത് വീഴേണ്ട അടിയാ. സ്ക്രീനിലേക്ക് നോക്കിയാൽ യേശുവിന് ചെറിയൊരു രൂപം നമുക്ക് കാണാൻ പറ്റും. ഈ അടിയെല്ലാം എന്റെ പുറത്ത് വീഴേണ്ട അടിയാ. ആ മുഖം വിരൂപമായത് എന്റെ മുഖം വിരൂപമാകാതിരിക്കാൻ വേണ്ടി ആ മുഖം വിരൂപമായി. തുപ്പലിൽ നിന്നയും കൂടെ നിറഞ്ഞു. യേശുവിൻ 6 പഠിപ്പിക്കുകയാണ്, തുപ്പലിൽ നിന്നയും നാം മുഖം തിരിച്ചില്ല. അടിച്ചവർക്ക് പണവും താടി വീഴ്ച പടച്ചവർക്ക് തവിടുകളാൻ കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കുക, ക്രൂശിതനായ യേശുവിനെ ആരാധിക്കുക. യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണ വഴി നമുക്ക് പാപപ്പെടുതലുണ്ട്. ക്രൂശിതനെ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ഗാനം ആലപിക്കുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ